ഹായ് നമസ്കാരം. സിക്സർ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആപ്രോ ചാനലിന് വേണ്ടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും, അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ കാണുന്നത് പോലെ തന്നെ ഞെക്കി എല്ലാം ബെൽബട്ടനൊക്കെ ഞെക്കി എല്ലാം മനസ്സിലായി. കാരണം എന്നാൽ ഈ ചാനലിനകത്തൂടെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞാൽ, ചേട്ടാ ഈ ഫിഷിങ് മാത്രമല്ല, ഫിഷിങ് അറിയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ ആൾക്കാർക്ക്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ ചാനലിലൂടെ കാണാം. പിന്നെ എനിക്കും ചാനലുണ്ട്, അതും നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതിലൂടെ കാണിക്കുന്നത് എനിക്ക് ഇത് ഇപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വീഡിയോ എടുക്കുന്നത് കറക്റ്റ്. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മടിപ്പന വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ. ഞാൻ എൻ്റെ കച്ചവട കാര്യങ്ങളിലാണ് ആയിരിക്കും കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. വീഡിയോയ്ക്കകത്ത് വലിയ കോൺസെൻട്രേഷൻ ഇല്ല. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ എടുത്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് വരുമ്പോഴോ ഓഫറുകൾ വരുമ്പോഴോ ഒക്കെ എടുത്തുള്ളൂ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനും എനിക്ക് പറ്റും. കാരണം വെച്ചാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു 10-27 കൊല്ലമായി, 26 കൊല്ലം കണ്ടായി. അപ്പോൾ അത് ഞാൻ പഠിച്ചതെല്ലാം വെളിയിൽ നിന്ന് പഠിച്ചത് കൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു. അന്ന് ഞാൻ വളരെ ചെറുപ്പത്തിൽ വലിയ സായിപ്പന്മാരും അറബികളും ഇതിന് ഫിഷിങ്ങിന് പോലെ വലിയ പുലികൾ അവരുടെ കാര്യങ്ങൾ കണ്ട് വളരെ ചെറുതായിട്ട് ഓരോന്നും മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചാണ് ഞാൻ ഈ കാര്യമൊക്കെ പറയുന്നത്. ഒന്നും യൂട്യൂബ് ചാനലൊന്നും ഞാൻ കാണത്തില്ല. എനിക്ക് എല്ലാം നിങ്ങളെപ്പോലുള്ള ആൾക്കാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ കസ്റ്റമറിൽ നിന്ന് പഠിച്ചതും പിന്നെ എൻ്റെ ഓൺ ഫിഷിങ്ങിൽ നിന്നുള്ള എക്സ്പീരിയൻസുമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു 4 ടൈപ്പ് ഫിഷിംഗ് ലൂറുകളാണ് ഉള്ളത് നോർമലി. എൻ്റെ അറിവിൽ, എൻ്റെ ഒരു 26 കൊല്ലത്തെ അറിവിൽ 4 ടൈപ്പ്, 4-5 മാക്സിമം 4 ടൈപ്പ്. എന്ന് വെച്ചാൽ അത് ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ പെൻസിൽ ലൂർ, എന്ന് വെച്ചാൽ ടോപ്പ് വാട്ടർ ലൂർ ഉണ്ടോ, ഫ്ലോട്ടിംഗ് ടോപ്പ് വാട്ടർ ലൂർ, നാക്കില്ലാത്ത ലൂറുകൾ, അതാണ് ടോപ്പ് വാട്ടർ ലൂറുകൾ. നാക്കില്ലാത്ത ലൂറുകൾ എങ്ങനെ ചുറ്റിയാലും എത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും റിഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് മുകളിൽ കൂടെ വരത്തുള്ളൂ. നമ്മൾ സ്ലോവിൽ ചുറ്റിയാൽ താന്നു പോകും. പക്ഷെ ഈ ലൂർ എന്ന് പറയുന്നത് സ്റ്റോവിന്റെ ഈ ടോപ്പ് വാട്ടർ ലൂർ എന്ന് പറഞ്ഞാൽ വള്ളം പോലെ പൊങ്ങിക്കിടക്കും. നമ്മൾ വെള്ളത്തിൽ എറിഞ്ഞാലും പൊങ്ങിക്കിടക്കും, ചുറ്റിയാലും പൊങ്ങി തന്നെ വരത്തുള്ളൂ. അതിനാണ് പെൻസിൽ ലൂർ എന്ന് പറഞ്ഞാൽ ടോപ്പ് വാട്ടർ ലൂറുകൾ, ഫ്ലോട്ടിംഗ് ടോപ്പ് വാട്ടർ ലൂർ. പക്ഷെ ഇതുപോലെ തന്നെ ഫുൾ മെറ്റലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചുറ്റുമ്പോൾ മുകളിൽ കൂടെ വരും. പക്ഷെ നമ്മൾ സ്ലോവ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഡീപ്പിലേക്ക് പോകും. അത് എന്നാലും ഫ്ലോട്ടിംഗ് ലൂറുകൾ ആ ലിസ്റ്റിൽ, ആ ഗണത്തിനെ എല്ലാം ഫ്ലോട്ടിംഗ് ലൂറുകൾ എന്നാണ് പറയുന്നത്. പിന്നെ മിഡ് വാട്ടർ ലൂറ്, മിഡ് വാട്ടർ ലൂറിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഫ്ലോട്ടിംഗ് ലൂറുകൾ നമ്മൾ വാമീൻ അടിക്കാനും മറ്റുള്ള നെടുവായൊക്കെ അടിക്കാനും ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചേസ് ചെയ്ത് പിടിക്കുന്ന, അറ്റാക്ക് ചെയ്ത് പിടിക്കുന്ന മീനുകളെ യൂസ് ചെയ്യുന്നതിനാണ് ഫ്ലോട്ടിംഗ് ലൂറുകൾ ഉപയോഗിക്കുന്നത്. ടോപ്പ് വാട്ടർ ലൂറുകൾ ഉപയോഗിക്കുന്നത്. ഇനിയെന്ന് പറയുന്നത് മിനോ ലൂറുകൾ എന്ന് പറഞ്ഞാൽ ലിപ്പ് പകുതിയെ കാണത്തുള്ളൂ, നാക്ക് കൂടുതൽ നീളമില്ലാതെ, എന്നാൽ ഒത്തിരി ടോപ്പ് വാട്ടറും അല്ല എന്നാൽ ഡീപ്പിലും പോകാത്ത മിഡ് വാട്ടർ ലൂർ. ഇതിനെയാണ് മിനോ ലൂറുകൾസ് എന്ന് പറയുന്നത്. എന്നാൽ സസ്പെൻഡിങ് ലൂറുകളെന്ന് ഇത്തരം ലൂറുകളെ പറയുന്നത്. താഴെയല്ല മേലോട്ടല്ല, ഒരു മീഡിയം ടൈപ്പ് ലൂർ. അപ്പൊ ഇതിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കാളാഞ്ചി പിടിക്കാൻ ഉപയോഗിക്കുന്ന ലൂറുകളെയാണ് ഇത്തരം ലിപ്പുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? കാളാഞ്ചി, ചെമ്പല്ലി എല്ലാം അറ്റാക്ക് എന്ന് വെച്ചാൽ ഒത്തിരി ടോപ്പിലും അല്ല മിഡിലും അല്ല, ഒരു 2 ഫീറ്റ് ലെങ്തില് വെള്ളത്തിനടിയിൽ കൂടെ ഓടി വരുന്നതാണ് ഇത്തരം ലൂർ. ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. പക്ഷെ സ്ലോ ചെയ്ത് നമ്മൾ റിഡ്രൈവ് ചെയ്തില്ല പിന്നെ താഴെ അങ്ങ് പോകും. നമ്മൾ റിഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മിഡ് വാട്ടറിൽ ഓടിക്കൊണ്ടിരിക്കും. നല്ല ലൂറുകളാണ്. ഇതിന് വെറും 300 രൂപയാണ് ഇതിന്റെ വില. മറ്റേ നേരത്തെ കാണിച്ചതിന്റെ വില 550 രൂപയാണ് സ്റ്റോമിന്റെ പെൻസിൽ ടോപ്പ് വാട്ടർ ലൂറിന്. അത് രണ്ടാമത്തെ ഒരു ലൂറാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു 3ാമത്തെ ലൂറാണ്. അത് എക്സ്ട്രാ ഡീപ്പ് ലിപ്പുള്ള ഒരു ലൂറാണ്. ഇതെന്ന് പറഞ്ഞ ഡീപ്പ് ലിപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹമൂർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫിഷ് ആണ്. എപ്പോഴും അത് വെള്ളത്തിനടിയിൽ അങ്ങ് മാറി അങ്ങ് കിടക്കുക, പോത്തും കൂട്ടി കിടക്കുന്ന കണക്ക് വെള്ളത്തിനടിയിൽ അങ്ങ് കിടക്കുന്നത്. എപ്പോഴും ഹമൂർ ഇരിക്കുന്നതിന് കല്ലിന്റെ കൂട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു മീനാണ് ഹമൂർ. എന്ന് പറഞ്ഞ മീൻ അറിയാമല്ലോ. എൻ്റെ നാട്ടിലൊക്കെ ഹമൂറിന് പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് പോലെ പറയുന്ന ആ മീൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഈ നാട്ടിൽ ഗൾഫിൽ നിന്ന് വന്ന് ഇത്തരം കടകളൊക്കെ തുടങ്ങിയതിനു ശേഷം ഈ പേര് ഹമൂർ എന്നായി മാറിയത്. പണ്ട് ഹമൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ കടയുടെ പേരും അൽ ഹമൂർ എന്നാണ്. ജുമൈലയിലുള്ള എൻ്റെ കടയുടെ പേര്, ജുമൈൽ പഴയുള്ള ആൾക്കാർക്ക് അറിയാവുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. അൽ ഹമൂർ പറയും. അത് വളരെ ഫേമസ് ആണ് ആ ഷോപ്പ്. വളരെ ദുബൈയിലെ ഏറ്റവും ടോപ്പ് ഫിഷിംഗ് ഷോപ്പാണ് അൽ ഹമൂർ പറയും. അറബികളുടെയും ഇംഗ്ലീഷുകാരുടെയും ഫേവറേറ്റ് ഷോപ്പാണ് ആ ഷോപ്പ്. അവിടെ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അറബി പിള്ളേർക്കെല്ലാം നമ്മളെ അറിയാം. ഞാൻ വേറെ പോക്കോ ഈ തള്ളു പറയുകയല്ല, ഉള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ദുബായ് ഒരു ചെറിയ സ്ഥലമാണ്. ഒരു 10-30-40 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ചെറിയ സ്ഥലം. അവിടുത്തെ ഒരു ഫിഷിംഗ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അവിടുത്തെ അറബികളെല്ലാം ഈ ഒരു ഷോപ്പിലാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എയർപോർട്ട് വരുമ്പോൾ ഇവന്മാരെല്ലാം ചൂണ്ടയിടാൻ വരുന്നവന്മാരാ എല്ലാവരും.
അപ്പൊ നമ്മൾ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ആലമൂറിലെ ആളെന്നുള്ളൊരു പേര് നമുക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാം ഇവിടെ ആയല്ലോ. അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു. അതൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കും. അപ്പൊ അവിടുന്ന് പഠിച്ച കഥകളായിരുന്നില്ല. ഇതെന്ന് പറയുന്നത് നാക്ക് നീണ്ട ലൂറാണ്, ഡീപ്പ് ലൂർ. ഇതിന് അമൂർ അടിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇതൊരു ഫ്ലോട്ടിംഗ് ലൂറാണ്, വെള്ളത്തിന് മുകളിൽ പൊങ്ങി തന്നെ കിടക്കും. ഇവരെ നമ്മൾ റിഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല ഡീപ്പിലേക്ക് പോവും. അതെന്താ? ഈ നാക്കുള്ളത് കൊണ്ട്. ഈ സ്ട്രൈക്ക് നാക്കിലോട്ട് വെള്ളം തടഞ്ഞിട്ട് എന്താ താഴോട്ട് മുങ്ങി പോകും. ഇത് എപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു അത് തന്നെ മുകളിലേക്ക് വരും. അതാണ് ഈ ലൂറിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഡീപ്പ് ലൂറിന്റെ പ്രത്യേകത അതാണ്. അത് അമൂർ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അമൂർ എന്ന് പറഞ്ഞാൽ അഴുകക്കോര എന്ന് പറയും. അഴുക എന്നുവെച്ചാൽ കറുത്ത ആ ഒരു പുള്ളിക്കോര ഉണ്ടല്ലോ, അതിനാണ് അമൂർ എന്ന് പറയുന്നത്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പെൻസിൽ ലൂറിന്റെ ഒരു ഗണത്തിൽപ്പെട്ടയാണ് ഇത്. നേരത്തെ ഞാൻ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലൂർ ടോപ്പ് വാട്ടർ ലൂർ, നോർമൽ ടോപ്പ് വാട്ടർ. അത് വാഹയും മറ്റുള്ള മീനുകളൊക്കെ അടിക്കുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു പോപ്പർ ലൂറുകൾ എന്ന് പറയും. മനസ്സിലായത്? പോപ്പർ ലൂർ എന്ന് പറഞ്ഞാൽ വെള്ളം ഇതിന്റെ ചുണ്ടിൽ തടഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ചീറ്റി വരുന്ന ഒരു രീതിക്കാണ് പോപ്പർ ലൂർ എന്ന്. 3 ലൂറാണ് മെയിൻ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ടോപ്പ് വാട്ടർ ലൂറ്, മിഡ് വാട്ടർ ലൂറ്, ഡീപ്പ് ലൂർ. ഡീപ്പ് ലൂർ ആണെങ്കിൽ ഒരുപാട് നാക്ക് കാണും. മിഡ് വാട്ടർ ലൂറാണെങ്കിൽ ഒരു നാക്ക് പകുതിയെ കാണത്തുള്ളൂ. നാക്കില്ലാത്ത മിക്കവാറും എല്ലാ ലൂറുകളും വെള്ളത്തിന് മേളിൽ കൂടെ ആയിരിക്കും അത് വരുന്നത്. അതിന് സ്ട്രൈക്കിങ് കുറവാണ്. അപ്പം വെള്ളത്തിന് മേളിൽ കൂടെ വരത്തുള്ളൂ. അതാണ് ഇത്. ഇതിന് പിന്നെ വെള്ളം തെറിച്ചു പോകുന്നതിന് വേണ്ടിയാണ് ഈ പോപ്പർ ലൂറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇച്ചിരി കൂടെ ഓളം തള്ളിയായിരിക്കും വരുന്നത്. അതൊക്കെ നമുക്ക് നെടുവായിരിക്കുന്നതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാണ് ഈ ലൂറിന്റെ പ്രത്യേകത. അപ്പൊ ഈ വിശേഷങ്ങൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇതങ്ങോട്ട് ഞെക്കി വേറെ മറ്റേ കൂടെ കാണിക്കണം. അതാണ് മെയിൻ. നിങ്ങൾ കണ്ട് അത് കഴിഞ്ഞതല്ല, ഇത് ഞെക്കി മാറ്റുക, അടുത്ത ആൾക്ക് കാണിച്ചു കൊടുക്കുക. അത് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്നും നഷ്ടവുമില്ല ഞെക്കി കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സപ്പോർട്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ അടിയിൽ മെസ്സേജ് ഇടുക, നമുക്ക് എല്ലാ കാര്യങ്ങളും അയച്ചു തരാം. താങ്ക് യു.